പ്രകാശമേ മിഴി തുറക്കുക വേഗം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് മീൻ പിടിക്കാൻ വേണ്ടി ഒരു രാത്രി മുഴുവനും പരിശ്രമിച്ചിട്ടും മീനൊന്നും കിട്ടാതെ അസ്വസ്ഥരാകുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് കർത്താവ് ചെന്നിട്ട് വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കാൻ പറയുമ്പോൾ അവിടെ നിന്ന് ഒത്തിരി മീൻ ലഭിക്കുന്ന, അവരുടെ അധ്വാനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. അതായത് ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ നിഷ്ഫലമെന്ന് കരുതുന്ന നമ്മുടെ പ്രവർത്തികളിൽ പോലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹമായിട്ട് മാറും. പത്രോസ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം കാണുമ്പോൾ അവൻ്റെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യമുണ്ട്. കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ ആരുമല്ല എന്നുള്ള തിരിച്ചറിവ് എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറയുന്നുണ്ട്. കർത്താവ് കൂടെയുണ്ടെങ്കിൽ നിഷ്ഫലമെന്ന് തോന്നുന്ന നമ്മുടെ പ്രവർത്തികൾക്ക് ഉത്തരം ലഭിക്കും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള അവബോധം ലഭിക്കും. നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് അവബോധം ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം കർത്താവിൻ്റെ കൂടെ നടക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ഉള്ളിൽ അകത്തിൻ്റെ വ്യാപാരങ്ങളുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുറവുകളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. എനിക്ക് കുറവുകളെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. കർത്താവ്, നീ എപ്പോഴും കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കുറവുകളെ കുറിച്ചുള്ള അവബോധത്തിലായിരുന്നു കൊണ്ട് എൻ്റെ കുറവുകളെ മാറ്റി നന്മകളിലേക്ക് വളരുവാനും നിഷ്ഫലമെന്ന് തോന്നുന്ന പ്രവർത്തികളിൽ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിൻ വഴിയേ നടക്ക